ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വീട്ടിലെ മാവിൽ നിന്ന് 2 മാവില എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്യൂട്ട് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മാവില എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മിനി ക്യൂട്ട് ബാഗാണ് കേട്ടോ. ഇതാണ് ആ ഐറ്റം. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, സിമ്പിളാണ്. ചെറിയ കുട്ടികൾക്ക് പോലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ ഒരു മാവില എടുത്തിട്ടുണ്ട്. ഒരു മാവിലേക്ക് 2 പാർട്ട് ഉണ്ടാവുമല്ലോ. അതിലുള്ള ഒരു പാർട്ട് നമുക്ക് മുഴുവനായിട്ട് മുറിച്ചെടുക്കണം. ഓക്കെ, ഇതുപോലെ നല്ല വൃത്തിയിൽ തന്നെ മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പാർട്ട് മുറിച്ചെടുക്കണം. അത് കാൽഭാഗം മാത്രമേ മുറിച്ചെടുക്കാൻ പാടുള്ളൂ. ആ ഒരു ലീഫിൻ്റെ കാൽഭാഗം മാത്രം. അതും നേരത്തെ ചെയ്തതുപോലെ നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്യാം. ഈ പീസ് നമുക്ക് കളയാട്ടോ, ഇത് നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം ഞാൻ അതിൻ്റെ സ്റ്റെം ഒന്ന് നന്നായിട്ട് കർവ് ചെയ്ത് അവിടെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ലീഫിൻ്റെ പാർട്ടില്ലേ, അത് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ സ്റ്റെമ്മിലേക്ക് വെച്ച് റോൾ ചെയ്യണം. അപ്പം ഞാനിതാ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന അടിഭാഗത്ത് കാണുന്ന ഈ ഒരു ലീഫ് നമ്മൾ സ്റ്റെമ്മിൻ്റെ ഉള്ളിലൂടെ എടുത്ത് താഴെ കൂടെ കൊണ്ടുവന്ന് താഴെയുള്ള ആ ഒരു ഹോളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കണം. നല്ല ടൈറ്റായിരിക്കണം കേട്ടോ നമ്മുടെ ബാഗ്. നമ്മൾ ടൈറ്റ് തന്നെ കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാഗ് ലൂസ് പോലെ തോന്നിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മിനി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ സിമ്പിളാണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് പോലും സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ മിനി ക്യൂട്ട് ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ 3-4-5 ബാഗും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ പെയിൻറ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ടാവും. ഞാനിവിടെ പെയിൻ്റ് ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രണ്ട്സ്.